യുഎസിൽ ജോലി ചെയ്യുന്ന H-1B വിസക്കാരുടെ അതായത് IT, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, മെഡിസിൻ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ ശമ്പളം എത്രയായിരിക്കും? ഇക്കാര്യം വ്യക്തമാക്കുന്ന H-1B വിസ പ്രോഗ്രാം ഡേറ്റ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ പുറത്തുവിട്ടിരിക്കുകയാണ്. ആഗോള സ്പോർട്സ് വെയർ കമ്പനിയായ നൈക്കി തങ്ങളുടെ യുഎസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് നൽകുന്ന ശമ്പള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. നൈക്കിയുടെ യുഎസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് പ്രതിവർഷം $1,39,845 മുതൽ $3,01,378 വരെ, അതായത് 1.16 കോടി രൂപ മുതൽ 2.60 കോടി രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുക. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ പുറത്തുവിട്ട H-1B വിസ പ്രോഗ്രാം ഡേറ്റയിൽ നിന്നാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. 2022നും 2024നും ഇടയിൽ 1200-ലധികം ലേബർ കണ്ടീഷൻസ് ആപ്ലിക്കേഷൻ നൈക്കി ഫയൽ ചെയ്തിട്ടുണ്ട്. വിദേശികളായ ജീവനക്കാരെ നിയമിക്കുന്ന സമയത്ത് കമ്പനി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിൽ സമർപ്പിക്കേണ്ട രേഖയാണ് ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻസ്. അതേസമയം തങ്ങളുടെ ടെക്നോളജി ഡിവിഷനിൽ നിന്ന് ജീവനക്കാരെ കുറയ്ക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുമുണ്ട്. പ്രവൃത്തി പരിചയം, പൊസിഷൻ എന്നിവ ആശ്രയിച്ചാണ് നൈക്കിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ ശമ്പളമെന്ന് H-1B വിസ ഫയലിംഗിൽ നിന്നുള്ള ഡാറ്റ വ്യക്തമാക്കുന്നു. ഒരു സാധാരണ സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഏകദേശം $1,60,961, അതായത് 1.39 കോടി രൂപ പ്രതിവർഷം ശമ്പളം ലഭിക്കും. സീനിയർ റോൾ ഉള്ളവർക്ക് ഉയർന്ന ശമ്പളം ലഭിക്കും. ലീഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഏകദേശം $1,96,009 ശമ്പളം ലഭിക്കുമ്പോൾ ചിലർക്ക് $2,14,215 വരെ ലഭിക്കുന്നുണ്ട്. നൈക്കിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ പ്രതിവർഷ ശമ്പള വിവരങ്ങൾ ഇങ്ങനെയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് പ്രതിവർഷം $1.46 ലക്ഷം മുതൽ $1.72 ലക്ഷം വരെയാണ് ശമ്പളം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 2 പൊസിഷൻ ഉള്ളവർക്ക് $1.56 ലക്ഷം മുതൽ $1.72 ലക്ഷം വരെയാണ് ശമ്പളം. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ 3 പൊസിഷൻ ഉള്ളവർക്ക് $1.39 ലക്ഷം മുതൽ $1.92 ലക്ഷം വരെയാണ് ശമ്പളം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സീനിയർ മാനേജർക്ക് $2.73 ലക്ഷം ആണ് ശമ്പളം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സീനിയർ ഡയറക്ടർക്ക് $3 ലക്ഷം ആണ് ശമ്പളം. ഡാറ്റ എഞ്ചിനീയറിംഗ്, പ്രൊഡക്റ്റ് മാനേജ്മെന്റ്, ഡിസൈൻ എന്നീ മേഖലകളിലെ ചില പൊസിഷനിൽ ഉള്ളവർക്ക് പ്രതിവർഷം $2 ലക്ഷത്തിലധികം നൈക്കി ശമ്പളം നൽകുന്നുണ്ട്. ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് അനുസരിച്ച് നൈക്കി കൂടുതലും H-1B വിസ ഉടമകളെ നിയമിക്കുന്നത് B-ബട്ടണിലാണ്. കൂടാതെ ഹിൽസ്ബറോ, പോർട്ട്ലാൻഡ്, ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലും നിയമനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യ, കാനഡ, ചൈന, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് പ്രധാനമായും നിയമിക്കുന്നത്. അതേസമയം ടെക്നോളജി ഡിവിഷനിലെ ജീവനക്കാരെ കുറയ്ക്കാൻ നൈക്കി തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിച്ച കമ്പനി എത്ര ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ചില ടെക് റിലേറ്റഡ് ജോലികൾ തേർഡ് പാർട്ടി വെണ്ടർമാർക്ക് നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. യുഎസിലെ ഒരിഗണിലുള്ള B-ബട്ടണിലാണ് നൈക്കിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. നൈക്കിക്ക് ലോകത്താകമാനം 83,000-ലധികം ജീവനക്കാരുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.